അങ്ങനെ ജോസ് കെ മാണി വീണ്ടും രാജ്യസഭ MP ആകുന്നു. ഇതിനുവേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ 25-ാം തീയതി വോട്ടെടുപ്പ് നടക്കുന്നു. സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് 2 പേരെ വിജയിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി രാജ്യസഭയിൽ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. PP സുനീർ എന്ന CPI നേതാവും ഇടതുമുന്നണിയിൽ നിന്ന് രാജ്യസഭയിൽ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. രാജ്യസഭയിലേക്ക് ജോസ് കെ മാണി ഇത് 2ാം തവണയാണ്, തുടർച്ചയായ 2ാം തവണയാണ് പോകുന്നത്. ഇത് നേട്ടമാണോ ജോസ് കെ മാണിക്ക്, അതോ കോട്ടമാണോ? ഇക്കാര്യമാണ് പരിശോധിക്കുന്നത്. ഒരു കാര്യം തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ തീർച്ചയായും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അവസരം കിട്ടുന്നത് എന്നുള്ളത് കേരള കോൺഗ്രസിന് ഒരു പരിധിവരെ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ആകെ ഉണ്ടായിരുന്ന കോട്ടയം സീറ്റ്, ലോക്സഭാ സീറ്റ് തോറ്റു. സ്വാഭാവികമായും പാർലമെൻറ്റിൽ ഒരു പ്രതിനിധി ഇല്ലാത്ത സാഹചര്യമുണ്ട്. ആ പ്രതിനിധി ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജോസ് കെ മാണി വീണ്ടും ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇടതുമുന്നണിയിൽ നിന്ന് ഈ സീറ്റ് നേടിയെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ കൗതുകം ജോസ് കെ മാണി തന്നെ വീണ്ടും രാജ്യസഭയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതെന്താ ജോസ് കെ മാണിക്ക് പോയാൽ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരും. ജോസ് കെ മാണിക്ക് പോകുന്നതിൽ നിയമപരമായി ഒരു പ്രശ്നവുമില്ല. പക്ഷേ ജോസ് കെ മാണിയുടെ പൊളിറ്റിക്കൽ കരിയറിനെ ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അവിടെയാണ് നമ്മൾ ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത് എങ്ങനെയൊക്കെ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന് CPM, CPI, കേരള കോൺഗ്രസ് എം, ഈ മൂന്നിൻ്റെയും, പ്രത്യേകിച്ച് ജോസ് കെ മാണി, ബിനോയ് വിശ്വം, ഒപ്പം തന്നെ പുറത്തെ എളമരം കരീം, ഈ 3 പേരുടെ കാലാവധിയാണ് ഒരുമിച്ച് അവസാനിച്ചത്. ഇതിൽ 2 പേർക്ക് മാത്രമേ രാജ്യസഭയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. CPM എന്ന വലിയ പാർട്ടി സാധാരണഗതിയിൽ 2000-ൽ ഏതാണ്ട് NK പ്രേമേന്ദ്രന് വേണ്ടി അങ്ങനെ ഒരു സീറ്റ് കൊല്ലത്ത് പ്രേമേന്ദ്രൻ പരാജയപ്പെട്ടപ്പോൾ കൊടുത്തൊരു ചരിത്രമുണ്ട്. അതിനുശേഷം പാർലമെൻറ്റ് സീറ്റടക്കം, ലോക്സഭാ സീറ്റടക്കം, വീരേന്ദ്രകുമാറിൻ്റെ സീറ്റടക്കം പിടിച്ചു വാങ്ങുന്ന സാഹചര്യം മാത്രമേ CPM-ൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. CPM ഒരു ത്യാഗം ഇത്തവണ ചെയ്യുമെന്നാരും കരുതിയില്ല. CPI ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതുമില്ല. അവിടെ ആണ് കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട, കേരള കോൺഗ്രസ് അങ്ങനെ ചോദിക്കുന്നു, കേരള കോൺഗ്രസ് ആ സീറ്റ് തന്നെ പിടിവാശിയോടുകൂടി നേടിയെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാകുന്നത്. CPIക്കും പിടിവാശി ഉണ്ടായിരുന്നു. പക്ഷേ ബിനോയ് വിശ്വമാണ്, അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ഇപ്പുറത്ത് ജോസ് കെ മാണിയാണ് ചെയർമാൻ. പക്ഷേ ബിനോയ് വിശ്വം ആ സീറ്റ് ഏറ്റെടുത്തില്ല, പകരം മറ്റൊരു പാർട്ടി അംഗത്തെയാണ് അയച്ചത്. അപ്പോൾ തൊട്ടിപ്പുറത്ത് കണ്ടത് ജോസ് കെ മാണിക്ക് വേണ്ടി തന്നെ സീറ്റ് വാങ്ങി ജോസ് കെ മാണിയെ തന്നെ രാജ്യസഭയിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. ജോസ് കെ മാണി പാർലമെൻ്ററി പൊളിറ്റിക്സിൽ നിന്ന ഫലത്തിൽ ഏതാണ്ട് കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരു തവണ മത്സരിച്ചു, പാലയിൽ മത്സരിച്ചു, മാണി സി കാപ്പനോട് മത്സരിക്കുന്നു, പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത്. LDFിൽ വെച്ചായിരുന്നു മത്സരിച്ചത്. അതിനു മുൻപ് ജോസ് ടോമാണ് ഉപതെരഞ്ഞെടുപ്പിൽ KM മാണി എന്ന 50 വർഷമായി പാലാ കൈവെള്ളയിൽ കൊണ്ടു നടന്ന നേതാവ് മരിച്ച ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ UDFിൽ നിൽക്കുമ്പോൾ തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടി പാലായിൽ പരാജയപ്പെടുന്നു. LDFിൽ എത്തിയപ്പോഴും പരാജയപ്പെടുന്നു. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലില്ല, അതുകൊണ്ട് ഒരു മന്ത്രിയൊന്നും ആവാനുള്ളൊരു സാധ്യതയില്ല. ഒരു സാധാരണ രാജ്യസഭ MP ആയി അവിടെ പോയി വരാം എന്നുള്ളതിനപ്പുറത്തേക്ക് MP ഫണ്ട് കിട്ടും, അത് ചെലവഴിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് മറ്റ് നേട്ടങ്ങളൊന്നും ഈ ഘട്ടത്തിലില്ല. സ്വാഭാവികമായും ഇത്തവണ പാലായിൽ വിജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം സംസ്ഥാന മന്ത്രിയായനെ, റോഷി അഗസ്റ്റിൻ മന്ത്രിയാകില്ലായിരുന്നു. ഇനി പാലായിലൊരു തെരഞ്ഞെടുപ്പ് അടുത്ത, അതായത് 2026-ൽ നടക്കുമ്പോൾ ജോസ് കെ മാണി എവിടെ നിന്ന് മത്സരിക്കും? പാലായിൽ നിന്നോ ഒരുപക്ഷെ കടുത്തുരുത്തിയിൽ നിന്നോ ഒക്കെ മത്സരിച്ചേക്കാം. പാലാ വിട്ട് പോയേക്കാം. പാലായിൽ സാധ്യത കുറവായതുകൊണ്ട് കടുത്തുരുത്തിയിലേക്ക് പോയേക്കാം. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു തട്ടകം എന്ന നിലയിൽ കടുത്തുരുത്തി സാധ്യത കൂടുതലാണ് എന്ന് അവർ കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കടുത്തുരുത്തിയും പാലയും കേരള കോൺഗ്രസ് എമ്മിനെ പിന്നിലാക്കി എന്നുള്ള യാഥാർത്ഥ്യമാണ് അവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്, ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഈ രാജ്യസഭാ സീറ്റ് ഇടതുമുന്നണിയിൽ നിന്ന് വാശിയോടെ വാങ്ങിയെടുത്തത് ഗുണമാകില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം CPIയെ പോലെ ബിനോയ് വിശ്വത്തിന് ഉണ്ടായിരുന്ന സീറ്റിൽ മറ്റേതെങ്കിലും ഒരു നേതാവിനെ അയച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജോസ് കെ മാണിയും ആ പാർട്ടിക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിയെടുത്തത് എന്ന തോന്നലുണ്ടായേനെ. ഇത് ജോസ് കെ മാണിക്ക് വേണ്ടി തന്നെ പിടിവാശിയോടെ വാങ്ങിയെടുക്കുന്നു എന്ന ഫീൽ
ഈ തവണയും ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. കഴിഞ്ഞ തവണയും സമാനമായിരുന്നു. നമുക്കറിയാം, യു ഡി എഫിൽ നിന്ന് ഒന്ന് അകന്ന് നിന്ന കെ എം മാണി ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പോടെ തിരിച്ച് യു ഡി എഫിലേക്ക് എത്താൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് വാശിയോടെ വാങ്ങിയെടുക്കുന്ന കെ എം മാണിയാണ് അന്ന് കണ്ടത്. അന്ന് രാജ്യസഭാ സീറ്റിനായി പലരും അവകാശവാദം ഉന്നയിച്ചെങ്കിലും കെ എം മാണി സ്വന്തം മകനായ ജോസ് കെ മാണിക്ക് തന്നെ ആ സീറ്റ് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അന്ന് കേരള കോൺഗ്രസിന് ആ സീറ്റ് കൊടുത്തതിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള അന്നത്തെ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം യു ഡി എഫിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉയർന്നു വന്നതും അന്ന് നമ്മൾ കണ്ടതാണ്. അതായത് ഈ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു പിടിവാശി, കിട്ടിയ അവസരത്തിലൊരു വലിയ വാശി അന്നും കാണിച്ചിരുന്നു. സമാനമാണ് ഇത്തവണ ജോസ് കെ മാണിക്ക് വേണ്ടി തന്നെ അങ്ങനെ ഒരു വാശി കാണിക്കുന്നു. ഫലത്തിൽ സി പി എമ്മിൻ്റെ അണികളെ ഒരല്പം അതൃപ്തരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി സി പി എമ്മിൻ്റെ അണികളെ മാറ്റി നിർത്താം. ഒരു പൊതുജനത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുക? ജോസ് കെ മാണിക്ക് അധികാരത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ കഴിയില്ലേ? ജോസ് കെ മാണിക്ക് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ വേണോ? ബിനു പുളിക്കകണ്ടത്തെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് പിൻവാതിലിലൂടെ പ്രവേശനം നേടാനാണ് ജോസ് കെ മാണി ശ്രമിച്ചത് എന്നുള്ളതാണ്. ബിനുവിൻ്റെ ആരോപണം നിൽക്കട്ടെ, അവിടെ വ്യക്തിപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് തന്നെ കരുതാം. പക്ഷേ ജോസ് കെ മാണി കഴിഞ്ഞ തവണ പാലായിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ ഏറെ വൈകി രാജ്യസഭാ സീറ്റ് രാജിവെച്ച ശേഷമാണ് മത്സരിച്ചത്. തോറ്റപ്പോൾ മറ്റാർക്കെങ്കിലും ആ സീറ്റ് ഒരുപക്ഷെ കൊടുത്തേക്കുമെന്ന ചിന്തകളുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ജോസ് കെ മാണി തന്നെ തോറ്റ ശേഷം ജനവിധി അംഗീകരിക്കാതെ ജോസ് കെ മാണി തന്നെ വീണ്ടും രാജ്യസഭയിലേക്ക് പോയതോടെ അധികാരത്തോടുള്ള ഒരു ആർത്തി ജോസ് കെ മാണിക്കുണ്ട് എന്ന പ്രചരണം എതിരാളികൾക്ക് ഉണ്ടാക്കാൻ, അവർക്ക് നടത്താനൊരു കാരണമായി മാറി. ഇത്തവണയും സമാനമാണ്. ജോസ് കെ മാണിക്ക് വേണ്ടി സി പി എമ്മിൽ നിന്ന് പിടിച്ചു വാങ്ങിയെടുക്കുമ്പോൾ എതിരാളികൾക്ക് വീണ്ടും ഒരു ആയുധം കൊടുക്കുകയാണ് ജോസ് കെ മാണി ചെയ്തത്. സ്വാഭാവികമായും ഒരു രാജ്യസഭയിലേക്ക് പോവുക എന്നുള്ളതായിരുന്നില്ല ജോസ് കെ മാണി ചെയ്യേണ്ടത്. കഴിഞ്ഞ തവണ തോറ്റപ്പോൾ പാർട്ടി ചെയർമാനാണ് എന്ന നിലയിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് ആ മണ്ഡലത്തിലുടനീളം ഞാനൊരു സാധാരണക്കാരനാണ്, ജനവിധി അംഗീകരിക്കുന്ന സാധാരണക്കാരനാണ് എന്ന തോന്നലുണ്ടാക്കാനായിരുന്നു ജോസ് കെ മാണി ശ്രമിക്കേണ്ടത്. പക്ഷേ അതല്ല ജോസ് കെ മാണി ചെയ്തത്. അത് തന്നെ വീണ്ടും പാലക്കാർ ജോസ് കെ മാണിയെ തള്ളാൻ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ജോസ് കെ മാണി അല്ല മത്സരിച്ചെങ്കിലും ജോസ് കെ മാണിയുടെ തട്ടകത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ തള്ളുന്നതിന് അതൊരു പ്രധാനപ്പെട്ട കാരണമായി. ഫലത്തിൽ ഇതേ പിടിവാശി തന്നെയാണ് ജോസ് കെ മാണി നേരത്തെ പാർട്ടി ചെയർമാനാകാനും കാണിച്ചത് എന്ന് ഓർത്തു പോവുകയാണ്. അന്ന് പി ജെ ജോസഫിന് വേണ്ടി ഒരല്പം കാത്തിരുന്നെങ്കിൽ, കാരണം അത്രയധികം സീനിയർ നേതാക്കളുള്ള ഒരു പാർട്ടിയിൽ ജോസഫിനെ എതിർത്തുകൊണ്ട് പാർട്ടി ചെയർമാനാകാൻ ജോസ് കെ മാണി ഒരു തിടുക്കം കാണിച്ചതാണ്. അധികാരത്തോടുള്ള ആർത്തി എന്ന നിലയിൽ അന്നും പ്രചരിപ്പിക്കപ്പെട്ടു. ഫലത്തിൽ ഇതെല്ലാം ജോസ് കെ മാണിയുടെ ഇത്തരം നീക്കങ്ങളിൽ അത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്ന നടപടിയാണ്. സി എഫ് തോമസും ഈ പി ജെ ജോസഫും ഒക്കെയുള്ള സമയത്ത് ജോസ് കെ മാണിക്ക് കുറച്ചൊന്ന് കാത്തിരുന്നെങ്കിൽ ജോസ് കെ മാണിക്ക് വളരെ പിന്നീട് പാർട്ടി ചെയർമാനാകുകയും പാലയിൽ ജയിക്കുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്യാമായിരുന്നു. ക്ഷമയാണ് ജോസ് കെ മാണിക്ക് ഇല്ലാതെ പോകുന്നത് എന്ന് ഈ ഘട്ടത്തിലും തോന്നിപ്പോവുകയാണ്. യഥാർത്ഥത്തിൽ മറ്റാരെയും വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ മറ്റാരെയും രാജ്യസഭയിലേക്ക് അയക്കാത്തത് എന്നത് വ്യക്തമല്ല. പക്ഷേ ജോസ് കെ മാണിക്ക് ഒന്ന് കാത്തിരിക്കുക. ഈ തോൽവികളെയും അംഗീകരിക്കുന്നത് രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹം ഫലത്തിൽ തയ്യാറാകാതെ അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് ജോസ് കെ മാണി വീണ്ടും എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ തന്നെയാണ് ദോഷകരമായി ബാധിക്കുന്നത് എന്ന് മാത്രം ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി കൃത്യമായി പറഞ്ഞാൽ, ജോസ് കെ മാണി എന്ന നേതാവ് എം പി ആയിരുന്ന സമയത്ത് ആ മണ്ഡലത്തിന് വേണ്ടി കാര്യമായി പണിയെടുത്ത ഒരാളാണ്. അത് മറന്നു പോകുന്നില്ല. IIIT ഉൾപ്പെടെ പല വികസന പ്രവർത്തനങ്ങളും മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ജോസ് കെ മാണി വലിയ രീതിയിൽ ശ്രമിച്ച ആളാണ്. അതൊന്നും മറന്നുകൊണ്ടല്ല. പക്ഷേ പൊളിറ്റിക്കലി ഒരു പക്വത കാണിക്കുക എന്നുള്ളത് ജോസ് കെ മാണിക്ക് വളരെ ഗുണമാണ് എന്ന് മാത്രം കരുതുകയാണ്. പ്രത്യേകിച്ച് പാലാ പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കടുത്തുരുത്തിയിൽ നിന്ന് വിജയിച്ചുകൊണ്ട് വേണം ജോസ് കെ മാണി കേരള മന്ത്രിയാകാതെ വെറുമൊരു എല്ലാ കാലത്തും എം പി ആയി നടന്നിട്ട് എന്താണ് കാര്യം? ഇവിടെയും ജോസ് കെ മാണി വീണ്ടും ആളുകളെ താൻ ഒരു അധികാര കൊതിയനാണെന്ന ഫലത്തിൽ ഓർമ്മിപ്പിക്കുന്നതിന് എതിരാളികൾക്ക് ഒരു ആയുധം വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത് എതിരാളികൾക്ക് മാത്രമല്ല CPM അണികൾക്കിടയിലും ഒരു തെറ്റായ സന്ദേശം എത്തുന്നതിന് കാരണമായിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. കമൻറ്റുകൾ ഉറപ്പായും പ്രതീക്ഷിക്കുകയാണ്. നന്ദി.